ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഹരി ഓം. നമ്മൾ ഉടനെ തന്നെ രാമായണ മാസം ആഘോഷിക്കാൻ പോവുകയാണല്ലോ. കർക്കിടക മാസമാണ് രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഈ പുണ്യവേളയിൽ നമുക്ക് രാമായണത്തിന്റെ താത്വികമായ അർത്ഥത്തെക്കുറിച്ച്, ആത്മീയമായ വശത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. എന്താണ് രാമായണം? രാമൻ, സീത, ലക്ഷ്മണൻ, രാവണൻ, ഹനുമാൻ എന്നിവരുടെ കഥയാണ് രാമായണം എന്ന് നമുക്കെല്ലാം അറിയാം. ഇതാണ് മെയിൻ ക്യാരക്ടേഴ്സ്, ഇവരൊക്കെയാണ്. പിന്നെയുള്ള ആൾക്കാരുണ്ട്, വേറെയും ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഇവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമൻ അയോധ്യയിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം സീതയെ വിവാഹം കഴിച്ചു. പിന്നീട് രണ്ടാനമ്മ കാരണം 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോകേണ്ടി വന്നു. അവിടെ വെച്ച് രാവണൻ സീതയെ തട്ടിയെടുത്ത് ലങ്കയിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് രാമൻ വാനരന്മാരുമായി കൂട്ടുകൂടി സമുദ്രത്തിന് കുറുകെ ഒരു പാലം പണിത് ലങ്കയിലെത്തി രാവണനെ വധിച്ച് സീതയെ തിരികെ നേടി അയോധ്യയിലേക്ക് മടങ്ങി. വീണ്ടും സീതയെ ഒന്നുകൂടെ ഉപേക്ഷിക്കേണ്ടി വരികയും ഒടുവിൽ തിരിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ സീത ഭൂമിയിലേക്ക് താഴ്ന്നു പോവുകയും ചെയ്തു. ഇതാണ് ഇൻ എ നട്ട്ഷെൽ രാമായണ കഥ. ഈ കഥ വിശദമായി അറിയാൻ താല്പര്യമുള്ളവർക്കായി വാൽമീകി മഹർഷി 25,000-ഓളം ശ്ലോകങ്ങളിലായിട്ട് വാൽമീകി രാമായണം എന്ന പേരിൽ ഒരു ഇതിഹാസം തന്നെ രചിച്ചിട്ടുണ്ട്. വേദവ്യാസൻ ഇതിന്റെ വേദാന്തപരമായിട്ടുള്ള അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അധ്യാത്മരാമായണം എന്നൊരു കൃതി ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ ഉത്തരഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സംസ്കൃത ഗ്രന്ഥത്തെ, അതായത് വേദവ്യാസന്റെ അധ്യാത്മരാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ അടിത്തറയായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ചത്. ഇതുകൂടാതെ എല്ലാ ഭാഷകളിലും രാമായണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല വിധത്തിലുള്ള രാമായണങ്ങളും ഉണ്ട്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിലുള്ള കഥകളും കിട്ടും. പക്ഷെ എന്താണ് ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള, അതായത് താത്വികമായിട്ടുള്ള താല്പര്യം എന്താണ്? നമ്മുടെ ആർഷ സംസ്കാരത്തില് അല്ലെങ്കിൽ ഭാരതീയ ഫിലോസഫിയില് ഈ കഥകളുടെ തത്വങ്ങൾ മനസ്സിലാക്കി അവയെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് പ്രധാനം. ഇവിടെ വിശ്വസിക്കുക എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഹിന്ദു സംസ്കാരത്തില് അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തില് വിശ്വാസം എന്നൊരു പദമില്ല. നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്, ഈശ്വരനെ മനസ്സിലാക്കുകയാണ്. ഈശ്വരൻ ഉണ്ടെന്ന് അറിയുകയാണ് ചെയ്യുന്നത്. എന്റെ കഴുത്തിന്റെ മുകളിൽ ഒരു തലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. അതൊരു വിശ്വാസമല്ല, നമുക്കുള്ള ഉറച്ച അറിവാണ്. അതുപോലെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ട് എന്നുള്ള കൃത്യമായ അറിവാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഹിന്ദു സംസ്കാരത്തിൽ നമുക്ക് തരുന്നത്. അല്ലാതെ അതൊരു വിശ്വാസമല്ല. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നാം വിശ്വസിക്കാത്ത കാര്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാം. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുകയും ചെയ്യും. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കിട്ടുന്നത് വരെ നമുക്ക് മനസ്സടങ്ങിയിരിക്കുകയുമില്ല. ഇവിടെ ഈ രാമായണ കഥയിലും കൊച്ചു കുട്ടികൾ നമ്മളോട് ചോദിക്കുന്ന പല പല ചോദ്യങ്ങളുമുണ്ട്. അവയ്ക്കുള്ള മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഈ ചോദ്യങ്ങളുടെ പലതിനും മറുപടി നമുക്ക് തന്നെ അറിയില്ല. ഉദാഹരണത്തിന്, രാമൻ ദൈവത്തിന്റെ അവതാരമാണ്, വിഷ്ണുവിന്റെ അവതാരമായിരുന്നല്ലോ, സർവശക്തിമാനാണ്. എന്നിട്ട് എന്തിനാണ് ഈ വാനരന്മാരുടെ സഹായം നേടിയത്? ആരാണ് ഈ വാനരന്മാർ? എന്താണ് ഈ കഥയിലെ കുരങ്ങന്മാരുടെ റോൾ? എന്താണ്? ആരാണ് ഈ ബാലിയും സുഗ്രീവനും? സുഗ്രീവനേക്കാൾ എത്രയോ മടങ്ങ് ശക്തനായിരുന്നു ബാലി. എന്നിട്ടും രാമൻ എന്തിനാണ് ഭാര്യയെ കൊന്നിട്ട് സുഗ്രീവന്റെ സഹായം സ്വീകരിച്ചത്? ഈ ഒരു സത്സംഗത്തിൽ കൂടെ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. രാമായണത്തിന്റെ വേദാന്തപരമായ അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ആന്തരിക അർത്ഥമാണ് ഇന്നിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ കഥയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്?
ഇതിൽ നിന്ന് എന്തൊക്കെ പാഠങ്ങളാണ് പഠിക്കാനുള്ളത്? ഇതിലെ വിവിധ കഥാപാത്രങ്ങളും സ്ഥലങ്ങളും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. രാമായണ കഥ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയാണ്. എല്ലാ ദിവസവും നടക്കുന്ന കഥയാണ്. ഇത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ നടന്നുപോയ ഒരു സംഭവം മാത്രമല്ല. ഈ കഥ പ്രധാനമായും 3 സ്ഥലങ്ങളിലാണ് നടക്കുന്നത്. അയോധ്യയിൽ തുടങ്ങി വനത്തിൽ കൂടെ നടന്ന് ലങ്കയിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെ അയോധ്യ, വനം അല്ലെങ്കിൽ കാട്, പിന്നെ ലങ്ക, ഇങ്ങനെ 3 സ്ഥലങ്ങളിലാണ് ഈ കഥ നടക്കുന്നത്. എന്താണ് അയോധ്യ? അയോധ്യ എന്നാൽ യുദ്ധം അഥവാ വഴക്കുകൾ ഇല്ലാത്ത സ്ഥലമാണ്. അയോധ്യമാണ്. യുദ്ധം എന്നാൽ സംഘർഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു തലത്തിലുമുള്ള ആന്തരിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ടെൻഷനും സ്ട്രെസ്സും ഒന്നുമില്ലാത്ത സ്ഥലമാണ് അയോധ്യ. ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. തികച്ചും ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥ. മനസ്സിലൊരു വലിപ്പച്ചെറുപ്പമോ വഴക്കോ ഒന്നുമില്ലാതെ ശാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. ഇതാണ് അയോധ്യ. അടുത്തത് വനമാണ്, കാട്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകമാണ് കാട്. വൈവിധ്യങ്ങളും ഒരുപാട് ചിന്തകളും കൺഫ്യൂഷനും നിരന്തരമായ സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം നിറഞ്ഞ ഈ അവസ്ഥയെയാണ് കാട് സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ലോകം, സംസാരം. ലങ്കയോ? ലങ്ക അസുരന്മാരുടെ കേന്ദ്രമാണ്. എന്താണ് അസുരന്മാരെന്ന് പറഞ്ഞാൽ? ആസുരിക ചിന്തകൾ, എന്നാൽ നമ്മുടെ ഉള്ളിലെ എല്ലാത്തരം മാലിന്യങ്ങളുമാണ്. അതായത് രാഗദ്വേഷങ്ങൾ, അമിതമായ അറ്റാച്ച്മെന്റും വെറുപ്പും, കാമക്രോധങ്ങൾ, അടങ്ങാത്ത ആഗ്രഹങ്ങളും ദേഷ്യവും വിഷാദവും, അങ്ങനെ തീരാത്ത എല്ലാ സങ്കടങ്ങളും നെഗറ്റീവ് വികാരങ്ങളും ചേർന്നതാണ് ലങ്ക. ഇതാണ് 3 സ്ഥലങ്ങൾ. ഇനി ആരൊക്കെയാണ് ഇല്ലേ കഥാപാത്രങ്ങൾ? മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ. ശ്രീരാമൻ. നമ്മുടെ ഉള്ളിലെ പരമമായ ചൈതന്യത്തെ, അതായത് ആത്മാവിനെ അഥവാ പരമാത്മാവിനെയാണ് രാമൻ പ്രതിനിധീകരിക്കുന്നത്. രാമൻ ഭഗവാന്റെ അവതാരമാണ്. എന്താണ് ഭഗവാൻ? പരമമായ ആ ചൈതന്യം, കോൺഷ്യസ്നെസ്സിൽ ലയിച്ചിരിക്കുന്നവനാണ് രാമൻ. ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ പരമാത്മാവിന്റെ തന്നെ ഒരു പ്രതിഫലനമാണ്. ഈ പരമ ചൈതന്യത്തിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ ശരീര മനോസംഘാതത്തിൽ ഉണ്ടാകുന്നതിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ജീവാത്മാവാണ്. രാമനോ നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ആത്മാവിനെ, ചൈതന്യത്തെയാണ് കാണിക്കുന്നത്. ഈ ദൈവികത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എവിടെയോ ദൂരെയുള്ള ഒന്നല്ല. അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെ ആണ് വസിക്കുന്നത്. ഇതാണ് രാമൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത സീതയാണ്. ജനക മഹാരാജാവ് നിലം ഉഴുതുമറിക്കുന്നതിനിടയ്ക്ക് സീതയെ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ ഭൂമിദേവിയുടെ മകളായി വന്ന സീത ഈ പ്രപഞ്ചത്തിന്റെ കാരണമായ മായയെ അഥവാ പ്രകൃതിയെയാണ് സൂചിപ്പിക്കുന്നത്. പുരുഷനും പ്രകൃതിയും ഉണ്ടല്ലോ, അതിലെ പ്രകൃതിയാണ് മായ. അതാണ് സീത സൂചിപ്പിക്കുന്നത്. മനസ്സിലാക്കാൻ എളുപ്പത്തിനായി സീതയെ നമുക്ക് മനസ്സ് എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഫിസിക്കൽ ബോഡിയും അന്ധകരണവും, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ജീവൻ. അതാണ് സീത. എങ്കിലും നമുക്ക് ചുരുക്കത്തിൽ ഇതിനെ മനസ്സ് എന്ന് കൂട്ടാം. കാരണം മനസ്സാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അടുത്ത ദശരഥനാണ്. നമ്മുടെ ഉള്ളിലെ തിന്മകളെയും മോശം ചിന്തകളെയും എല്ലാം നിയന്ത്രിച്ചു നിർത്തുന്ന ബുദ്ധിയും ഇച്ഛാശക്തിയുമാണ് ദശരഥൻ. അതുകൊണ്ടാണ് ദശരഥൻ അയോധ്യയിൽ ഉള്ളത്. ദശരഥൻ പൂർണ്ണ ശക്തിമാനായിരിക്കുമ്പോൾ അവിടെ യാതൊരു യുദ്ധവും സംഘർഷവും ഉണ്ടാകുന്നില്ല. എപ്പോഴാണോ ഈ രാജാവിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത്, എപ്പോഴാണോ അദ്ദേഹം അമിതമായ അറ്റാച്ച്മെന്റിന്റെ അല്ലെങ്കിൽ മോഹത്തിന്റെ പിടിയിൽ അകപ്പെടുന്നത്, അപ്പോൾ മുതൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങും. അതോടെ ജീവിതം സമാധാനമുള്ള അയോധ്യയിൽ നിന്ന് സംഘർഷങ്ങളുടെ ഇരുണ്ട കാട്ടിലേക്ക് തള്ളപ്പെടുന്നു. അവിടെയാണ് രാമന്
അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. ഒരു ജീവാത്മാവ് അയോധ്യ എന്ന സ്ഥലത്ത് നിന്ന് കാട് അല്ലെങ്കിൽ വനം എന്ന സ്ഥലത്തിലെത്തുന്നു. എപ്പോഴാണ്? ആ നിയന്ത്രണം വിട്ട് അറ്റാച്ച്മെന്റിന്റെ പിടിയിൽ അകപ്പെടുമ്പോൾ. അടുത്തത് ലക്ഷ്മണനാണ്. കാട്ടിൽ ഒരു നിമിഷം പോലും ഉറങ്ങാതെ 14 വർഷം രാമനെയും സീതയെയും രക്ഷിച്ച ലക്ഷ്മണൻ നമ്മുടെ ഉള്ളിലെ ശ്രദ്ധ, ഏകാഗ്രത, തപസ്, ആത്മശിക്ഷണം എന്നിവയാണ് കാണിക്കുന്നത്. മനസ്സിന് ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടാതെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ഈ ഉണർന്നിരിക്കുന്ന ശ്രദ്ധയാണ്. സീതയെ എപ്പോഴും രക്ഷിച്ചുകൊണ്ട് നടന്നത് രാമന്റെ കൂടെ നടന്നുകൊണ്ട് ലക്ഷ്മണനാണ്. അടുത്തത് ഹനുമാൻ ഉറച്ച ജ്ഞാനത്തിന്റെയും ഭക്തിയുടെയും പ്രതീകമാണ്. കാട്ടിൽ വഴിതെറ്റി അലയുന്ന നമ്മുടെ മനുഷ്യ മനസ്സിനെ ആന്തരിക ശാന്തിയിലൂടെയും വിവേകത്തിലൂടെയും ലക്ഷ്യത്തിലെത്താൻ ഹനുമാൻ സഹായിക്കുന്നു. ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. ഇവരെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ തന്നെയായിരിക്കും നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ മനസ്സ് ഉള്ളിലെ ആത്മാവിനെ അല്ലെങ്കിൽ ഭഗവാനെ ബഹുമാനിക്കുകയും എപ്പോഴും ഭഗവാനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നിടത്തോളം കാലം, ഭഗവാനെ മറക്കാതെ പ്രാർത്ഥനാപൂർണമായ ഒരു ജീവിതം കഴിക്കുന്നിടത്തോളം കാലം ഒരു പ്രശ്നവും ഉണ്ടായില്ല. കാട്ടിലായിരുന്നിട്ടും ആദ്യത്തെ 13 വർഷം രാമനും സീതയ്ക്കും വളരെ സന്തോഷമായിരുന്നു. അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. കാരണം സീത ജീവിച്ചത് രാമനോടൊപ്പമായിരുന്നു, രാമന് വേണ്ടിയായിരുന്നു, രാമനിലായിരുന്നു ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഒരു വലിയ മാറ്റമുണ്ടാകുന്നത്. എന്താ ഉണ്ടായത്? നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്ന്, അതായത് ഉള്ളിലെ ആത്മാവിൽ നിന്ന് പെട്ടെന്ന് വഴുതി പോകുന്നു. എന്നിട്ട് പുറമേ ഉള്ള ഒരു സ്വർണ്ണമാനിനെ, ഗോൾഡൻ ഡിയറിനെ കാണുന്നു. എന്താണ് ഈ സ്വർണ്ണമാൻ? ഈ ലോകത്തിലെ തിളങ്ങുന്ന ഭൗതിക സുഖങ്ങളും ആഡംബരങ്ങളും ഒക്കെയാണ് ആ മായാരൂപം. ഒരിക്കൽ മനസ്സ് ഈ മായയിൽ വീണുപോയാൽ അത് ഉള്ളിലെ ആത്മാവിനെ പൂർണ്ണമായും മറയ്ക്കും. പിന്നെ അത് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. ബുദ്ധിക്ക് അല്ലെങ്കിൽ വിവേകത്തിന് യാതൊരു സ്ഥാനവുമില്ല അവിടെ. എന്ന് മാത്രമല്ല, ഈ മായയെ സ്വന്തമാക്കാൻ വേണ്ടി അത് ബുദ്ധിയെ തന്നെ മാറ്റി നിർത്തുകയും ചെയ്യും. ബുദ്ധി എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കില്ല. ഇവിടെ സീത ചെയ്തതും അത് തന്നെയാണ്. നോക്കൂ, രാമൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ആ സ്വർണ്ണമാനെ പിടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് രാമനെ ദൂരേക്ക് അയക്കുന്നു. എന്നിട്ടോ ലക്ഷ്മണൻ വരച്ച ബുദ്ധിയുടെ വരയും ചാടിക്കിടക്കുന്നു. എന്താണ് അതിന്റെ ഫലം? രാവണന്റെ രൂപത്തിൽ വന്ന എല്ലാത്തരം നെഗറ്റീവ് വികാരങ്ങളും ചേർന്ന് ആ മനസ്സിനെ അല്ലെങ്കിൽ സീതയെ അപ്പാടെ തട്ടിക്കൊണ്ടുപോയി. എന്താണ് രാവണൻ? രാവണൻ എന്ന് പറയുന്നത് 10 തലയുള്ള ഒരു രാക്ഷസനാണ്. ഈ 10 തലകൾ യഥാർത്ഥത്തിൽ നമ്മുടെ 10 ഇന്ദ്രിയങ്ങളാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും, അതായത് നമുക്ക് അനുഭവങ്ങൾ നേടാനും ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാനും നമ്മളെ സഹായിക്കുന്ന കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നീ 5 ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങളും. നമ്മൾ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി നേടിയ അറിവിനെ പ്രാവർത്തികമാക്കാൻ, അതായത് കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന അവയവങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. കൈകൾ, കാലുകൾ, നാക്ക്, മലമൂത്ര വിസർജനത്തിനുള്ളതും ജനനേന്ദ്രിയങ്ങളും, ഇങ്ങനെയുള്ള 5 അവയവങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങളും നമ്മൾ എല്ലാവർക്കുമുണ്ട്, എല്ലാ ജീവിജാലങ്ങൾക്കുമുണ്ട്. അപ്പോൾ പിന്നെ രാവണനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ഈ ഇന്ദ്രിയങ്ങളുടെ മേൽ കുറച്ചെങ്കിലും ഒരു കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് വിവേകത്തോടെയാണ് നമ്മൾ ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെന്നാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ രാവണനോ തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായും ബാഹ്യ സുഖങ്ങളിലേക്ക് മാത്രം തുറന്നു വിട്ട ആളാണ്. ആ സുഖങ്ങൾ നേടാൻ വേണ്ടി എന്തും ചെയ്യും. ചുരുക്കത്തിൽ ഈ 10 ഇന്ദ്രിയങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയാണ് രാവണന്റെ 10 തലകൾ. ഇതിനെ സഹായിക്കാൻ 20 കൈകളുമുണ്ട്.
എന്തിനു നമുക്ക് നമ്മുടെ ചുറ്റിനും തന്നെ ഇത്തരം പല രാക്ഷസന്മാരെയും പല രാവണന്മാരെയും കാണാറുണ്ടല്ലോ. രാവണൻ സീതയുടെ അടുത്തേക്ക് വരുന്ന ഒരു സന്യാസിയുടെ വേഷത്തിലാണ്. എല്ലാ ലൗകിക ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും ഇതുപോലെ തന്നെയാണ്. വളരെ ഡിസീറ്റിംഗ് ആയിട്ടുള്ള വഞ്ചിക്കുന്ന തരത്തിലുള്ള നല്ല സ്വഭാവമാണ് തോന്നിക്കുന്ന തരത്തിലായിരിക്കും ഇത്തരം ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ മനസ്സിലും വരുന്നത്. അങ്ങനെ തിന്മ നിറഞ്ഞ ചിന്തകളുടെ നാടായ ലങ്കയിൽ സീത ഒരു തടവുകാരിയായി മാറുന്നു. അയോധ്യയിൽ നിന്ന് ലങ്കയിലേക്കുള്ള സീതയുടെ ഈ പതനം മനുഷ്യന്റെ ദിവ്യത്വത്തിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയായ കുറ്റബോധം, സങ്കടം, മാനസിക അസ്വസ്ഥതകൾ, ഉത്കണ്ഠകൾ, ദുരിതങ്ങൾ എന്നിവയിലേക്കൊക്കെ വീണുപോയതിന്റെ പ്രതീകമാണ്. ഈ അർത്ഥത്തിൽ നോക്കിയാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ ലങ്കയിൽ അകപ്പെട്ട സീതയെ പോലെ തന്നെയാണ്. പക്ഷെ സീത എന്താണ് ചെയ്തത്? ലങ്കയിൽ ചെന്നിട്ട് ആ ഭൗതികതയോട് അല്ലെങ്കിൽ ലങ്കയിലെ സുഖഭോഗങ്ങളോട് ഒട്ടും സഹകരിക്കാതെ തന്റെ മുഴുവൻ സമയവും രാമനെക്കുറിച്ച് ചിന്തിക്കാനും രാമനെ ധ്യാനിക്കാനുമാണ് സീത ഉപയോഗിച്ചത്. നമ്മുടെ മനസ്സ് എപ്പോഴാണോ പരമമായ സത്യത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത്, അപ്പോൾ അവിടെ ദുഃഖമില്ലാതെയാകും. പകരം ആനന്ദം അല്ലെങ്കിൽ സമാധാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് സീത ഇരുന്ന സ്ഥലത്തിന് അശോകവാടി എന്നാണ് പറയുന്നത്. ശോകം എന്നാൽ സങ്കടമാണ്, അശോകം എന്ന് പറഞ്ഞാലോ സങ്കടമില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ ഭൗതിക ലോകത്തെ പൂർണ്ണമായി നിരസിച്ചുകൊണ്ട് തന്റെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ കേന്ദ്രീകരിച്ച് സീത രാമനെ ധ്യാനിച്ചപ്പോൾ ആ തടവറയിലും അവൾക്ക് ദുഃഖമില്ലാതായി തീർന്നു. നമ്മൾ നമ്മളെ തന്നെ ഭഗവാന് പൂർണ്ണമായി സമർപ്പിക്കുകയും ഭഗവാനെ ധ്യാനിക്കുകയും ചെയ്താൽ നമ്മളെ രക്ഷിക്കാൻ ഭഗവാൻ തീർച്ചയായിട്ടും ഓടിയെത്തും. ഇവിടെയും രാമൻ സീതയെ രക്ഷിക്കാൻ വരുന്നുണ്ട്. പക്ഷേ രാമന് ഭഗവാന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഉള്ള ആ ഒരു സൈന്യം എന്താണ്? എന്തിന്റെ സഹായത്തോടെയാണ് നിങ്ങളുടെ അടുത്ത് എത്താൻ പറ്റുന്നത്? നിങ്ങളുടെ സ്വന്തം മനസ്സ് തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ കൂടെ അല്ലാതെ ഭഗവാന് നിങ്ങളിൽ എത്താൻ പറ്റില്ല. നിങ്ങളെ എത്താനും ഉയർത്താനും ഭഗവാന് ഉള്ള ഒരേ ഒരു വഴി ഈ മനുഷ്യ മനസ്സ് മാത്രമാണ്. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ഉത്തരേത് ആത്മനാത്മാനം എന്നാണ്. ആത്മാവ് കൊണ്ട് തന്നെ, അതായത് സ്വന്തം മനസ്സുകൊണ്ട് തന്നെ സ്വയം ഉയരണം. ഈ മനുഷ്യ മനസ്സിനെയാണ് വാനരന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് കുരങ്ങനെ പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ചഞ്ചലത്വമാണ് മനസ്സിന്റെ അവസ്ഥ തന്നെ. പക്ഷെ ഈ മനസ്സിൽ വാലിയാണ് ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഈ ചഞ്ചല മനസ്സിനെ ദൈവത്തിന്റെ കൂട്ടാളിയാകാൻ കഴിയില്ല. എന്താണ് ബാലി? ബാലി എന്നാൽ നമ്മുടെ ഉള്ളിലെ അടങ്ങാത്ത കാമവും ദുരാഗ്രഹങ്ങളും ഒക്കെയാണ്, നമ്മുടെ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് ബാലിയെ എതിർക്കാൻ വരുന്നവരുടെ പകുതി ശക്തിയൂടെ ബാലിക്ക് കിട്ടും എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളുടെ ശക്തി ഇരട്ടിയാകുകയുള്ളൂ. 10 കിട്ടിയാൽ 100 വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കും തോറും അത് കൂടിക്കൂടിയാണ് വരുന്നത്. അതാണ് ബാലി എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബാലിയെ, അതാ ആഗ്രഹങ്ങളെ വധിച്ചേ തീരൂ, അല്ലെങ്കിൽ അടക്കിയേ തീരൂ. എന്നാൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഇനി ബാലിയെ വധിച്ചതിന് ശേഷം ആരാണ് നിയന്ത്രണം ഏൽക്കുന്നത്? ഈ വാനരസേനയുടെ നേതാവ് ആരാണ്? സുഗ്രീവൻ. എന്താണ് സുഗ്രീവൻ? ഗ്രീവം എന്നാൽ കുതിരയെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ്. കഠോപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ, ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവ ച ബുദ്ധിം തു ശാരഥിം വിദ്ധി മനഃ പ്രഗ്രഹമേവ ച. ഈ ശരീരം ആണ് രഥം. ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ്, ജീവാത്മാവാണ് അതിന്റെ രഥി അല്ലെങ്കിൽ രഥത്തിന്റെ ഉടമസ്ഥൻ, ഓണർ. ബുദ്ധിയാണ് ഈ രഥത്തെ നയിക്കുന്ന തേരാളി, സാരഥി. മനസ്സാണ് ഈ കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാൻ. ഇന്ദ്രിയങ്ങൾ കുതിരകളാണ്, ഇന്ദ്രിയ വിഷയങ്ങൾ കുതിരയ്ക്ക് നടക്കാനുള്ള വഴിയാണ്, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ മനസ്സാണ് കടിഞ്ഞാൻ. ഈ ശരീരമാകുന്ന രഥത്തിനെ നയിക്കാനുള്ള കടിഞ്ഞാൻ മനസ്സാണ്.
ഇതിനെ നിയന്ത്രിക്കുന്ന സുഗ്രീവൻ ആരാണ്? സാരഥിയാണ് സുഗ്രീവൻ. ഗ്രീവം എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ്. സുഗ്രീവം എന്ന് പറഞ്ഞാൽ വിവേകവും സംയമനവും ഉള്ള ബുദ്ധിയാണ് സുഗ്രീവൻ. ഈ ബുദ്ധിയാണ് സാരഥിയാവേണ്ടത്. സുഗ്രീവൻ എന്നാൽ പൂർണ്ണമായ ആത്മനിയന്ത്രണം എന്നാണ്. അപ്പോൾ ആ സുഗ്രീവൻ കൺട്രോൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അതും കഠോപനിഷത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനസാരഥിർയസ്തു മനഃ പ്രഗ്രഹവാൻ നരഃ സോധ്വനഃ പരമാപ്നോതി തദ്വിഷ്ണോഃ പരമം പദം. വിവേകബുദ്ധിയാകുന്ന സാരഥിയോടും നിയന്ത്രിതമായ മനസ്സാകുന്ന കടിഞ്ഞാണോടും കൂടിയ മനുഷ്യൻ സംസാരഗതിയുടെ മറുകരയെ സർവവ്യാപിയായ പരമാത്മാവിന്റെ വിഷ്ണുവിന്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിക്കും. അങ്ങനെ പൂർണ്ണമായ ആത്മനിയന്ത്രണത്തിന് കീഴിൽ വന്ന മനസ്സിനെയാണ് സുഗ്രീവന്റെ നേതൃത്വത്തിലുള്ള വാനരസേന പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ ആ വാനരസേന സമുദ്രത്തിന് കുറുകെ ഒരു പാലം നിർമ്മിക്കുന്നു. എന്തു പാലമാണത്? വിചാരങ്ങളുടെയും ധ്യാനത്തിന്റെയും പാലം, ബ്രിഡ്ജ് ഓഫ് കണ്ടംപ്ലേഷൻ. ഭൗതിക സുഖങ്ങളുടെയും ലൗകിക ദുരിതങ്ങളുടെയും ഈ മഹാസമുദ്രത്തെ, അതായത് സംസാര സാഗരത്തെ മറികടന്ന് രാവണന്റെ ലങ്കയിലെത്താൻ ഈ ധ്യാനമാകുന്ന പാലം കൂടിയേ തീരൂ. നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയ മോഹങ്ങളെ തകർത്ത് തടവിലായ മനസ്സിനെ രക്ഷിച്ചെടുക്കാൻ ഈ ആത്മീയ ചിന്തകളുടെ പാലം നമ്മളെ സഹായിക്കും. തുടർന്ന് രാവണനെ പരാജയപ്പെടുത്തി സീതയെ വീണ്ടെടുക്കുന്നു. അവർ രണ്ടുപേരും അയോധ്യയിലേക്ക് മടങ്ങുന്നു. എപ്പോഴാണോ നമ്മുടെ മനസ്സ് ഉള്ളിലെ ആത്മാവുമായി അല്ലെങ്കിൽ ഭഗവാനുമായി വീണ്ടും ഒന്നായി തീരുന്നത്, അപ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതാകും. പിന്നെ ഭഗവാനിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല. എങ്കിലും ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം സാധാരണ കടമകളും കാര്യങ്ങളും എല്ലാം നിർവഹിക്കാൻ ഒരു മനസ്സും അഹങ്കാരവും എല്ലാം ആവശ്യമാണ്. ഈ ബോധപൂർവമായ ലൗകിക ജീവിതത്തെ അല്ലെങ്കിൽ ഈ ആത്മജ്ഞാനത്തോടു കൂടിയ ജീവിതത്തെയാണ് അവർ അയോധ്യയിലേക്ക് മടങ്ങുന്നുവെന്നും തുടർന്ന് രാജ്യം ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഒടുവിൽ ഈ ഭൂമിയിലെ എല്ലാ കർമ്മങ്ങളും അവസാനിക്കുമ്പോൾ മനസ്സ് അതിന്റെ എല്ലാ ചുമതലകളിൽ നിന്നും പൂർണ്ണമായി മുക്തമാവുകയും ശാന്തമായി ഇല്ലാതാവുകയും ചെയ്യുന്നു. അതാണ് വിദേഹമുക്തി. സീത തിരികെ ഭൂമിദേവിയുടെ ഉള്ളിലേക്ക് താഴ്ന്നുപോയത് ഇതിന്റെ പ്രതീകമാണ്. ഇതാണ് രാമായണത്തിന്റെ ഒരു വേദാന്ത വീക്ഷണം. അയോധ്യയിൽ നിന്ന് ലങ്കയിലേക്കുള്ള രാമായണ യാത്ര ഞാൻ വെറുമൊരു സാധാരണ മനുഷ്യനാണ്, പരിമിതനായ ഒരു വ്യക്തിയാണ് എന്ന തെറ്റായ ചിന്തയിലേക്ക് നമ്മുടെ അഹങ്കാരം വീണു പോകുന്ന അവസ്ഥയാണ്. എന്നാൽ ലങ്കയിൽ നിന്ന് അയോധ്യയിലേക്കുള്ള മടക്കയാത്ര മനുഷ്യൻ തന്റെ ഉള്ളിലെ ദൈവീകതയെ തിരിച്ചറിഞ്ഞ് അവന്റെ ആത്മീയ തീർത്ഥാടനം പൂർത്തിയാക്കുന്ന ധന്യമായ നിമിഷമാണ്. ഇതാണ് രാമായണം എന്ന കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.